അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊടുംവളവിന്റെ നവീകരണ ജോലികൾക്ക് വൈകാതെ തുടക്കം കുറിക്കും. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയാണ് നിർമ്മാണ ജോലികൾക്കായി വകയിരുത്തിയിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി പറഞ്ഞു. അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരക്കുന്ന് തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യതയേറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടും വളവും സ്ഥിതി ചെയ്യുന്നത്. ഈ പാതയുടെ മറ്റ് ഭാഗങ്ങളിൽ മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലികൾ നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. ഇതോടെ എസ് വളവ് എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് അപകട സാധ്യത കുറയ്ക്കാൻ നവീകരണ ജോലികൾ നടത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നവീകരണ ജോലികൾക്കായുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. വളവിലെ അപകട സാധ്യത കുറയ്ക്കാൻ 10 ലക്ഷം രൂപ വകയിരുത്തിയതായും വൈകാതെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി പറഞ്ഞു. മാങ്കുളം അടക്കമുള്ള വിദൂര മേഖലകളിൽ നിന്നും നിരവധി ആദിവാസി ഉന്നതികളിൽ നിന്നും അതുപോലെ മറ്റു പ്രദേശങ്ങൾ കുരിശുപാറ, കല്ലാറടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്. ആ വഴിയിൽ അടിമാലി ടൗണിന് മുകൾ ഭാഗത്തായി മുത്താരംകുന്ന് പ്രദേശത്ത് ഒരു കൊടും വളവ് ലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ആ വളവിൽ വാഹനാപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ 10 ലക്ഷം രൂപ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഈ റോഡ് നവീകരിക്കുന്നതിന് വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട്. ആ നവീകരണ ജോലികൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ യാത്രയ്ക്കായി ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട്. എസ് വളവ് ഭാഗത്തുകൂടിയുള്ള യാത്ര ഇവർക്ക് കടുപ്പമേറിയതാവാറുണ്ട്. കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചയമില്ലാതെത്തുന്ന ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളവ് മുഖം മിനുക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി.